നമസ്കാരം, ഫാർമായിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർത്തോപീഡിക് രോഗങ്ങളും ആയുർവേദ സ്കിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചുമാണ്. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലം ലേഖ ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ വിശാഖ് ആണ്. ഡോക്ടറെ നമ്മൾക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആദ്യം തന്നെ ഓർത്തോ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ, നമുക്കിപ്പോ ആർത്രൈറ്റിസിനെ കുറിച്ചും സ്പോണ്ടിലൈറ്റിസിനെ കുറിച്ചും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ഓർത്തോപീഡിക് കണ്ടീഷൻസിൽ നമ്മൾ ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് രണ്ടും എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റുകൾ ചെയ്ത് തുടങ്ങുക? ബേസിക്കലി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ്സിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അതിനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ രണ്ട് രീതിക്ക് നമുക്ക് ഈ ജോയിന്റ് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓർത്തോപീഡിക് പ്രശ്നങ്ങൾ വരാം. അത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഹൈപ്പർ അറ്റാക്ക് കൊണ്ട് വരുന്ന ഒരു കാറ്റഗറിയും നമ്മുടെ സാധാരണ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വെയർ ആൻഡ് ടെയർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വരാം. ഇത് രണ്ടും നമ്മള് ഈ രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു മുട്ടുവേദന വരുവാണ്. ഈ മുട്ടുവേദന നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും വരാം. നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ അതിനൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള രീതിക്ക്, അതായത് വയർ ആൻഡ് ടയർ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഓവർ യൂസ് കാരണം അല്ലെങ്കിൽ ഏജ് കാരണമൊക്കെ വരുന്നത്. പക്ഷെ അല്ലാണ്ട് ഒരു കാറ്റഗറി ഉണ്ട്, അതാണ് നമ്മൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ട് വരുന്ന അസുഖങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്ര, നമ്മളെ നട്ടലിനുണ്ടാകുന്ന എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനമാണ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാകുന്ന എല്ലിന്റെ അല്ലെങ്കിൽ ബോൺസിന്റെ ഇടയ്ക്കുള്ള ഇൻഫ്ലമേഷൻസ് പ്രശ്നങ്ങളാണ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. സ്പോണ്ടൈലോസിസ്, നമ്മൾ ഈ സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് എന്നും കേട്ടിട്ടുണ്ടാവും, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നും കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറഞ്ഞ പോലെ ഏജ് കാരണം ഉണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ ഒക്കെ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ ജനറലി സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. അത് പക്ഷെ വെർട്ടിബ്രയ്ക്ക് ആയിരിക്കും. അപ്പൊ ജനറലി ഈ രണ്ട് കാറ്റഗറി അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആയുർവേദത്തിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിൽ എല്ലൊക്കെ അങ്ങ് തേഞ്ഞ് തീർന്ന് തീരെ ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് മാത്രമേ റീപ്ലേസ്മെന്റ് നമുക്ക് നോക്കാൻ പറ്റും. അല്ല എങ്കിൽ അതിന് മുന്നേയുള്ള എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഈ പറയുന്ന ആയുർവേദ ചികിത്സകൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ യൂസ് ചെയ്യാം. അതിന് നമുക്ക് ആയുർവേദത്തിൽ അകത്തേക്ക് കഴിക്കുന്ന ഇന്റേണൽ മെഡിസിൻസും ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്ത് ചികിത്സ ചെയ്യുന്ന നമ്മൾ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റും. ഡോക്ടർ, അതുപോലെ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണെന്ന് തോന്നുന്നു, സയാറ്റിക്ക എന്ന് പറയുന്നൊരു രോഗാവസ്ഥ. അപ്പൊ അത് നമ്മുടെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ആയുർവേദത്തിൽ അതിന് പൂർണ്ണമായിട്ടും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുമോ ഈ ഒരു അസുഖം? നമുക്ക് സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക് നെർവ്, നമ്മുടെ ഈ നട്ടലിന്റെ അകത്തൂടെ പോകുന്ന ഒരു നെർവാണ്. അതില് നമ്മുടെ ഏകദേശം ലംബാർ പോർഷനിൽ വെച്ചിട്ട് ഈ നമ്മളെ നട്ടലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് വെച്ചിട്ട് അത് ഔട്ട് ചെയ്യുന്നു. അത് നട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അത് കാലിലോട്ട് അതിന്റെ കോഴ്സ് പോകുന്നുണ്ട്. അപ്പോ ഇതിന് വരുന്ന ഒരു കംപ്രഷനാണ് ആക്ച്വലി നമ്മൾ സയാറ്റിക് പെയിൻ എന്ന് പറയുന്ന. ആയുർവേദത്തിൽ നമ്മളതിനെ ഗൃദ്രസി എന്ന് പറയും. ആ ഒരു രോഗാവസ്ഥയ്ക്ക് പേര് ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ആക്ച്വലി ഇതും ബാക്ക് പെയിന് രണ്ടാണ്. ബാക്ക് പെയിൻ നമുക്ക് അവിടെ വരുന്ന മസിൽസിനോ അല്ലെങ്കിൽ എല്ലുകൾക്കോ ഒക്കെ വരുന്ന ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന പെയിൻ ആണ്. പക്ഷെ സയാറ്റിക് പെയിൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള രണ്ട് വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നു. അത് കാരണം ഈ സയാറ്റിക് നെർവിൽ ഒരു കംപ്രഷൻ ഉണ്ടാകുന്നു. അത് കാരണം ഉണ്ടാകുന്ന പെയിൻ. രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് SLR, സ്ലംസ് അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഫിസിക്കൽ എക്സാമിനേഷൻസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു MRI അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സയാറ്റിക് പെയിൻ ആണെങ്കിൽ എത്രത്തോളം ഈ കംപ്രഷൻ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് മേളിലുള്ള ഒരു കംപ്രഷൻ ഉണ്ടെങ്കിൽ ഡിസ്ക് ഒരുപാടങ്ങ് തള്ളി, അതായത് ഇപ്പോൾ ഒരു വെള്ളം പോകുന്ന പൈപ്പ്, ആ പൈപ്പില് കുറച്ച് ഒബ്സ്ട്രക്ഷൻസ് വരുവാണ്, ബാക്കിയുള്ള സ്ഥലത്തൂടെ വെള്ളം എങ്ങനെയെങ്കിലും പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ അതൊരു പകുതിക്ക് മേളില് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ആയി അല്ലെങ്കിൽ ഏറ്റവും അങ്ങേറ്റം വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ തുറന്ന ആ ഒബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടേ കാര്യമുള്ളൂ. പിന്നെ നമ്മൾ അല്ലാണ്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ
ഒബ്വിയസ്ലി നമ്മൾ സർജറി തന്നെ സജസ്റ്റ് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ഉള്ള കണ്ടീഷൻസിൽ ഇപ്പൊ ഒരു ചെറിയൊരു ബൾജൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ഹെർണിയേഷനേ ഉള്ളൂ, അതിപ്പോ നമ്മൾ കുറച്ചുകൂടെ അതിന്റെ ഒരു എപി ഡയമീറ്റർ ഒക്കെ പറയുവാണെങ്കിൽ ഒരു 10 സെന്റിമീറ്ററിൽ താഴെയൊക്കെ വരുന്ന കണ്ടീഷൻസ്, 10 മില്ലിമീറ്ററിൽ താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് സർജറിക്ക് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 8 മില്ലിമീറ്ററിന് താഴെയൊക്കെ ആണെങ്കിൽ സർജറിക്ക് സജസ്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ അതിന് മേളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിലും സൈഡ് എഫക്ട്സ് ഉണ്ട്. ആയുർവേദത്തിലും മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് വരാം, കമ്പാരിറ്റീവ്ലി കുറവെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന അസുഖത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിന് പൊതുവെ അത്ര വലിയ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അതിൽ മെഡിസിൻസ് മാത്രമല്ല, കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, ആയുർവേദത്തിലുള്ള പല പല ട്രീറ്റ്മെന്റ്സ്, വസ്തികള്, കിഴികള്, ലേപനങ്ങള്, അങ്ങനെയുള്ള ഒരുപാട് ചികിത്സകൾ നമ്മൾ അതിൽ ഉപയോഗിക്കും. നമ്മള് പല പല നമ്മളിപ്പോ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പോലെ ആയുർവേദത്തിലെ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപയോഗിക്കും. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ഒരു കമ്പൈൻഡ് ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ബുദ്ധിമുട്ട്, സയാറ്റിക്ക പെയിൻ വരുന്ന പേഷ്യൻസിനുള്ളത്. എക്സ്ട്രീം വരുവാണെങ്കിൽ മാത്രം നമുക്കൊരു റെഫറൻസ് വരും. ഇല്ല എങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളിലൊന്നാണ്. ഇങ്ങനെ രീതിക്കാണ് അത് മാനേജ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ ടിഷ്യൂ ഇഞ്ചുറീസ്, ലിഗമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആയുർവേദത്തിൽ എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക? ബേസിക്കലി ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യാൻ പറ്റും. ചികിത്സയുടെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആയുർവേദത്തിൽ അതിന്റെ കൈൻഡ് ഓഫ് വേ ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ലേപനങ്ങൾ, അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻസ്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന കിഴികളോ, അല്ലെങ്കിൽ ഫിസിയോ പോലുള്ള, അതായത് ആയുർവേദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ്, പിന്നെ കുറച്ച് മർമ്മ ചികിത്സകൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതില് വരുന്ന പോസിബിലിറ്റീസ് രണ്ടെണ്ണമാണ്. ഇഞ്ചുറീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടിയർ ഉണ്ടാവാം. അതായത് അതിന് എന്തെങ്കിലും ഈ ചതവ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അല്ല എങ്കിൽ അതിന് കീറൽ ഉണ്ടാവാം. ഈ കീറൽ തന്നെ ഒരു പകുതി നമ്മൾ അതിനെ കുറച്ച് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പകുതിക്ക് മേളിലൊക്കെയാണ്, അല്ലെങ്കിൽ അത് എന്താ പറയുന്നത്, നമ്മളെ ഒരു മെക്കാനിക്കൽ കാര്യം പോലെ തന്നെയാണ്. നമ്മള് ലിഗമെന്റ് അല്ലെങ്കിൽ ടെൻഡനൊക്കെ അത് കീറിക്കഴിഞ്ഞാല്, അതും ഒരു പരിധിക്ക് മേളിൽ കീറിക്കഴിഞ്ഞാല് അത് തനിയെ വന്ന് പിന്നെ ഒട്ടി ഇരിക്കത്തില്ല. നമ്മളെ ബോൺ ഫ്യൂസ് ആവുന്നത് പോലെ ഇത് വന്ന് തനിയെ ഒട്ടി ഇരിക്കത്തില്ല. അപ്പൊ ഒരു പരിധിക്ക് മേളിൽ അതിന്, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ഗ്രേഡിങ് ഉണ്ട്. ഈ ഗ്രേഡ് ഒരു പരിധിക്ക് മേളിൽ കീറൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് സർജിക്കൽ സ്യൂച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് മുന്നേ ഉള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് ചതവിന്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ ചെറിയ കീറലുകൾ, ടീറൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അത് വരുന്ന സ്പോട്ട് ഏതാണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മൾ മുട്ടിൽ വരാം, അല്ലെങ്കിൽ താഴെ നമ്മുടെ കാലിന് ആംഗിൾസിന്റെ ഭാഗത്തിൽ വരാം, ഏത് ശരീരത്തിന്റെ ഭാഗത്തിൽ വേണമെങ്കിലും വരാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ്സ് വ്യത്യാസപ്പെടുത്തും. എന്നിട്ട് അത് ചില ചികിത്സയ്ക്ക് നമ്മൾ മൂവ്മെന്റ്സ് നമ്മൾ അഡ്വൈസ് ചെയ്യും. ചില ട്രീറ്റ്മെന്റ്സിന് നമ്മൾ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യും. ചില ട്രീറ്റ്മെന്റ്സിന് നമ്മൾ ഓപ്പൺ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. അതായത് നമ്മൾ മർമ്മ, അല്ലെങ്കിൽ അതിന്റെ പ്രഷർ പോയിന്റ്സ്, നമ്മുടെ ട്രിഗർ പോയിന്റ്സ് ഒക്കെ നോക്കി നമ്മൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യും. ചില കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ അത് ക്ലോസ് ചെയ്യും. അതായത് അതിന് ബാൻഡേജ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ അതിന്റെ സൈറ്റും കൂടെ അനുസരിച്ചിട്ട്, അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടും അതിന് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ എന്താ പറയുന്നത്, സേഫും ആണ്. പിന്നെ അതിന് പറ്റുന്ന ഇന്റേണൽ മെഡിസിൻസും കൊടുക്കും. അതായത് ടിഷ്യൂ ഡെവലപ്മെന്റിന്, ടിഷ്യൂ നറിഷിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടെൻഡൻസിനാണെങ്കിലും ലിഗമെന്റ്സിനാണെങ്കിലും ഒക്കെ കുറച്ച് നറിഷിംഗ് ആയിട്ടുള്ള മെഡിസിൻസും കൂടെയൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. രണ്ടും കൂടെ കമ്പൈൻഡ് ആവുമ്പോൾ നമുക്കതിന് നല്ല റിസൾട്ട് ഉണ്ടാവും.